തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി ഇടത് സ്ഥാനാർത്ഥി സുധീർ കരമനയാണ് നമ്മോടൊപ്പം ഉള്ളത്. സുധീരേട്ടാ, ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ അവസാന മണിക്കൂറുകളിൽ നമ്മുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയാണ്. കാരണം അവസാന നിമിഷം എന്ന് വെച്ചാൽ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ പൂർത്തിയായി കഴിയും. നമ്മൾ കഴിഞ്ഞ 20-ാം തീയതിയാണ് 21-ാം തീയതിയാണ് മാർച്ച് മാസമാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് തന്നെ. അന്ന് മുതൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. കാരണം ഫീൽഡിൽ നേരിട്ട് പോയ ഒരാളാണ്. എനിക്ക് 14 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. ഈ 14 ദിവസവും വളരെ സജീവമായി ജനങ്ങളിടയിൽ പോയി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ഞാൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. കിട്ടിയത് വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 9-ാം തീയതി ഇലക്ഷൻ പൂർത്തിയാക്കിയതിന് ശേഷം പാർട്ടി വിലയിരുത്തുകയും ഞാനും പേഴ്സണലായിട്ട് വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള എല്ലാ ഇതും പാർട്ടിയിലും കിട്ടി, ഞാനും നോക്കിയപ്പോൾ കിട്ടുന്നു. എക്സിറ്റ് പോള് അങ്ങനെ അല്ല എല്ലാ പറഞ്ഞത്. ചിലത് വളരെ വ്യക്തമായി എൻ്റെ ഇത് പറയുന്നുണ്ട്, ചിലത് മാറ്റി പലതും പറയുന്നുണ്ട്. എനിക്കറിയില്ല എക്സിറ്റ് പോൾ അങ്ങനെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഇന്നൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും ജനവിധി എന്തോന്നായാലും നമ്മൾ 100% ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആര് ജയിച്ചാലും ശരി തന്നെ എൻ്റെ ജയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വരും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. പിന്നെ എന്തു വന്നാലും നമ്മൾ സന്തോഷത്തോടെ തന്നെ നമ്മളതിനെ നേരിടുക തന്നെ ചെയ്യും. ഈ എക്സിറ്റ് പോളുകളെ ശരിക്കും എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇനിയിപ്പോൾ 10 വർഷത്തെ ഒരു ഭരണം, അതിനുശേഷം UDF അധികാരത്തിൽ വരുമെന്നാണ്, അല്ലെങ്കിൽ ആ UDFന് ഭൂരിപക്ഷം കൽപ്പിച്ചുകൊണ്ടാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. LDFന് അവിടെ ബാധിച്ചു നിൽക്കാൻ കഴിയുന്നൊരു നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. അത് ആ നിലയ്ക്ക് ഒരു 10 വർഷത്തിന്റെ ഭരണത്തിന് ശേഷവും അങ്ങനെ ഒരു നേരിയ എഡ്ജിൽ മാത്രം, അല്ലെങ്കിൽ ഒരു വ്യത്യാസത്തിൽ മാത്രം കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, അത് തന്നെയാണ്. ആ ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമുണ്ട്. വളരെ 10 വർഷത്തിന് ശേഷം വളരെ നേരിയ എഡ്ജിൽ എക്സിറ്റ് പോൾ പറയുന്നു UDF എന്നും മറ്റു പലതും. എനിക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ 10 വർഷത്തിൽ എന്താ കുഴപ്പമുണ്ടായത് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഏറ്റവും നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. അപ്പോൾ സർക്കാരിന് കേരള ജനത എപ്പോഴും പണ്ടൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഒരു ചേഞ്ചാണ്. 5 വർഷം ഞങ്ങളെങ്കിലും അടുത്ത അങ്ങനെ ആ ചേഞ്ച് മാറി കഴിഞ്ഞു. അതിൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് 10 വർഷം വന്നത് ഇപ്പോൾ. പിന്നെ അപ്പോഴും ജനങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തുന്നത് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇനിയും എന്തെങ്കിലും ഒരു ദോഷം ആരെങ്കിലും പറഞ്ഞാൽ അതിനു മുമ്പേ പ്രതിപക്ഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതും കൂടെ ചോദിക്കണം. എന്തെങ്കിലും ഒരു ഡീമെറിറ്റ് പറഞ്ഞു ഇടതുപക്ഷത്തിന്, എനിക്കറിയില്ല, ഞാൻ അഥവാ ആരെങ്കിലും പറഞ്ഞാൽ അതിനുടൻ ചോദിക്കേണ്ടത് ഒരു ചോദ്യമുണ്ട്. അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണോ ഇടതുപക്ഷം ചെയ്തപ്പോൾ തെറ്റിയത് എന്ന് പറയാം? ഇല്ല, അങ്ങനെയില്ല, ഒന്നുമില്ല. ആകെ പറയാനുള്ളത് നമുക്ക് എന്ന് വെച്ചാൽ വികസനം നടത്തി, വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റത് കഴിയാത്തത് കൊണ്ട് ചില ഡീലുകൾ എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ടുവരാൻ അവസാന നിമിഷം മറ്റു പലവർക്കും കഴിഞ്ഞു. ഞാൻ ആരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു, വികസനത്തിന് എന്നും കേരള ജനത കൂടെ നിൽക്കും. അല്ലാതെ പ്രകടന പത്രികയിൽ പറയുന്നതിനെക്കുറിച്ച് രണ്ടാമതൊരു പ്രോഗ്രസ് കാർഡ് എടുക്കാൻ കഴിയാത്ത മറ്റു പല മുന്നണികളും എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രകടന പത്രികയിൽ ബസ് യാത്ര കൊടുത്തതുകൊണ്ട്, ഒരാളിൻ്റെ വിശപ്പ് തീരാൻ വേണ്ടി കുറച്ചു ദൂരം ബസ്സിൽ യാത്ര ചെയ്തതുകൊണ്ട് മതിയാകുമോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പോഴല്ല സംസാരിക്കേണ്ടത്. ഒറ്റക്കാര്യം മാത്രം, ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ജനങ്ങൾ വിലയിരുത്തും. എനിക്കിപ്പോഴും നല്ല പ്രതീക്ഷയാണ്. 75 മുതൽ 85 സീറ്റിന് മുകളിൽ സീറ്റുകൾ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ച ഉണ്ടാകും. ഈ സുധീരേട്ടൻ ഇപ്പോൾ മത്സരിക്കാൻ വരുന്നപ്പോൾ 14 ദിവസമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു കുറച്ചുകൂടി നേരത്തെ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈറ്റ് ഫൈറ്റ് എന്നുള്ള ആ ഒരു ടൈം നമുക്കൊരു പക്ഷേ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ആ നിലയ്ക്കൊരു വിലയിരുത്തലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ 14 ദിവസം മറ്റുള്ളവരെല്ലാവരും എത്രയോ കാലം കൊണ്ട് തിരുവനന്തപുരം, പേരുകൾ പിന്നെ പറഞ്ഞാലും ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് എത്രയോ കാലം കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ മനസ്സിലാക്കേണ്ടത് 14 ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ടൈറ്റ് ഫൈറ്റ് എന്നുള്ള വാക്ക്, ഞാനും കേട്ടു ആ വാക്ക്, ഇതെല്ലാം പറയുന്നു. എനിക്ക് സമയം കിട്ടിയിട്ടില്ല, സമയക്കുറവുണ്ടായിരുന്നു. ആ സമയക്കുറവ് ഒരിക്കലും ഒരു വലിയ കുറവായി ഞാൻ ഇപ്പോൾ കാണുന്നില്ല. കാരണം മണ്ഡലം മുഴുവൻ എത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു 75% മണ്ഡലം കവർ ചെയ്യാൻ എനിക്ക് വ്യക്തമായി ഈ 14 ദിവസം കൊണ്ട് കഴിഞ്ഞു.
അത് കുറച്ച് ഈ കാലാവസ്ഥയുടെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നിട്ട് പോലും എനിക്ക് എത്താൻ കഴിഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ എത്താൻ കഴിഞ്ഞു. കുറച്ചുകൂടെ എത്താമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഉണ്ട്. അത് ഒരു കുറവായി ഞാൻ കാണുന്നില്ല. ഈ ഒപ്പം മത്സരിച്ച ആളുകൾ CP ജോൺ കാലങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. കരമന ജയനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്കിടയിലേക്കാണ് സുധിരേട്ടൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിൽ പോലും കൂടെ ഒരു പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് അങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരാളായിരുന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ സ്ഥാനാർത്ഥികൾക്കിടയിലേക്ക് മത്സര രംഗത്തേക്ക് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പരസ്പരം അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഒരു അനുഭവം ശരിക്കും എങ്ങനെയാണ്? എനിക്കൊരു ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ കലാലയ ജീവിതം വളരെ സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ രാഷ്ട്രീയം കളിക്കാനല്ല, രാഷ്ട്രീയം ഇവിടെയാണ്, നമ്മുടെ നാട്ടിലാണ്. സാമൂഹ്യ പ്രവർത്തനം അവിടെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ വ്യക്തമായ ജാതിക്കും മതത്തിനും അതീതമായ സാമൂഹ്യ പ്രവർത്തനം എന്നെ അറിയാവുന്നവർക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഗവൺമെൻറ് സെക്ടറിലായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ സംഘടനാ പ്രവർത്തനം അല്ലാതെ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കടിഞ്ഞാണുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ എനിക്ക് സ്വയം വിരമിക്കൽ എടുക്കുന്നത് വരെയും സജീവ രാഷ്ട്രീയത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സജീവ രാഷ്ട്രീയത്തിൽ ഞാനിതാ സ്വയം വിരമിക്കൽ കൊടുത്തു, VRS എടുത്തു കഴിഞ്ഞു. എനിക്ക് സജീവമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് എൻ്റെ എതിരാളികളെക്കുറിച്ച് ഞാൻ ഒന്നേവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. എതിരാളികൾ ആരായാലും ശരി തന്നെ സന്തോഷത്തോടെ വിൽ ഹാവ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. ഇലക്ഷനാണ്, ഇലക്ഷനകത്ത് ആരും കായികപരമായിട്ടല്ല നേരിടേണ്ടത്, ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ പൊതുജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ തമ്മിൽ ഗോതയിലല്ലല്ലോ കാണേണ്ടത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താണ്, ഞാനിതിനകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്നെ അറിയില്ലാത്തവർക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനോ ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനോ. എൻ്റെ കലാരംഗമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. 250 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കലാരംഗമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ വിലയിരുത്തിയിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ മേഖലയും മറ്റുള്ളതിനെക്കുറിച്ചോ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുന്നവർ തിരുവനന്തപുരത്തുണ്ട്.